ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ലിയോണ ഇപ്പോൾ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നനച്ചെടുത്ത് കുളിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ചെള്ളുകൾ വരാണ്ടിരിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വ്യൂസും നല്ല കുറേ കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടുള്ളത്. ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിൽ അവളുടെ ഷാമ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. കള്ളത്തിൽ നല്ല മടിയാണ് കേട്ടോ കുളിക്കാൻ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് തരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ബാത്റൂമിൽ നിന്നാണ് അവളെ കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഓടാൻ തുടങ്ങി. അപ്പോൾ ബാത്റൂമിൽ നിന്നാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഡോർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചാലും ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ അവിടെ കെട്ടിയിട്ടതാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മേത്ത് ചെള്ള് വരാതെ നോക്കാൻ പറ്റും. പിന്നെ ഇതേറ്റവും നല്ലൊരു സാധനമാണ് ആര്യവേപ്പ്. നമുക്കും മുഖത്തും മുടിയിലും ഒക്കെ തേക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് അവർക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവളുടെ ഷാമ്പൂവും കൂടെ ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സോപ്പ് ഇതുപോലെ പതച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് കുറേ നേരം നമ്മളിങ്ങനെ കുറച്ച് നേരമെങ്കിലും ഒരു 10-15 മിനിറ്റെങ്കിലും അവരുടെ മേത്ത് പിടിച്ചാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഫേസ് പാക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ അവരുടെ മേത്ത് ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് കുറച്ച് നേരം നിർത്തുക. നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉരച്ചെടുക്കുക. ഫേസിലാണെങ്കിലും എല്ലാ ഭാഗത്തും തന്നെ നന്നായിട്ട് കുറേ നേരം ഉരച്ച് കൊടുത്ത് നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നാമത് ലിയോണയ്ക്ക് കുളിക്കാനേ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ അവൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ എൻ്റെ മേലൊക്കെ എൻ്റെ ദേഹത്തൊക്കെ ഒരു പച്ച സാധനം തേച്ച് ഇവളെന്താ എന്നെ അൽഫാമാക്കാൻ പോവാണോ അല്ലെ പൊരിക്കാൻ പോവാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ആര്യവേപ്പ് നിയമായതുകൊണ്ട് നന്നായി കഴിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള നക്കുന്നൊന്നുമില്ല. അപ്പോൾ ലിയോ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നേന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാനിനി സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ദേഹമൊക്കെ ഒന്ന് നല്ലോണം സ്ക്രബ് ചെയ്ത്, അവളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുടയുന്നുണ്ട്. ഇങ്ങനെ കുടയുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് കുളിക്കും. അപ്പോൾ ഇനി ഞാനൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അത്യാവശ്യം എല്ലാ സ്ഥലവും ഒന്ന് സ്ക്രബ് ചെയ്ത് ദേഹത്തൊക്കെ ഒന്ന് ഞാൻ ഉരച്ച് തേച്ച് കൊടുക്കുകയാണ്, ഉരച്ച് തേച്ച് കുളിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ സ്ഥലവും മുഖത്താണെങ്കിലും ചെവിയുടെ സൈഡാണെങ്കിലും കാലൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ലിയോ കുളിച്ച് കഴിഞ്ഞു. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നമ്മളിതുപോലെ ടർക്കി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ടർക്കി കൊണ്ട് തുടച്ചാൽ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ടർക്കി കൊണ്ട് തുടച്ചതിന് ശേഷം ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം നമ്മൾ അവളുടെ ദേഹത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ മഴക്കാലത്ത് കുളിപ്പിച്ചിട്ട് നന്നായിട്ട് സ്കിന്ന് ഉണങ്ങായിട്ട് ഒരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ എന്താണ്, നന്നായിട്ട് ടർക്കിയൊക്കെ യൂസ് ചെയ്ത് നമ്മളിതുപോലെ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വറ്റി, ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടർക്കി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഈ ഡ്രയർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കുക. അവൾക്ക് വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രയർ വെച്ച് ഉണക്കുന്ന സമയത്ത് നന്നായിട്ട് കിടന്നേരും. ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറുമ്പ് കൂടുതലാണ്, കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ആദ്യം തുടച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ അവൾ സുഖമായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഉറങ്ങും. ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പതിവായിട്ടുള്ളൊരു ഇതാണ് ഉറക്കം. അമ്മ പറയും, പണ്ട് മക്കളെയൊക്കെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ നന്നായിട്ട് ഉറങ്ങും. എണ്ണ തേച്ചൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ്, ചെറിയ കുഞ്ഞിനെ പോലെ തന്നെയാണ് അവൾ എന്ന് പറയും. അതുപോലെയാണ് ലിയോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തുടച്ചെടുത്ത്
അപ്പം അവൾ ഉറങ്ങാൻ പോവാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ അരിവേപ്പൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഹെയറൊക്കെ നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു പ്രശ്നം സ്കിൻ അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടതിന് താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കൂ കേട്ടോ. ബൈ ബൈ.